കൊടകര ടൗണിലെ പൊതു ശൌചാലയങ്ങൾ പ്രവർത്തനക്ഷമമല്ലാത്തത് ജനങ്ങളെ വലയ്ക്കുന്നതായി പരാതി. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ ടോയ്ലറ്റുകളും മിനി മാർക്കറ്റ്, ഗാന്ധിനഗർ എന്നിവിടങ്ങളിലുള്ള പൊതു ശൌചാലയങ്ങളും നോക്കുകുത്തികളായി മാറിയെന്നാണ് ആക്ഷേപമുയരുന്നത്. പ്രാഥമികാവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമില്ലാത്തതിനാൽ ദുരിതമനുഭവിക്കുകയാണെന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളടക്കമുള്ളവർ പരാതിപ്പെട്ടു. മിനി മാർക്കറ്റിനകത്തെ പൊതു ശൌചാലയം വെള്ളമില്ലാത്തതിനെ തുടർന്നാണ് അടച്ചിട്ടത്. വാട്ടർ ചാർജ് കുടിശ്ശിക വന്നതോടെ ഇവിടേക്കുള്ള കണക്ഷൻ വാട്ടർ അതോറിറ്റി വിച്ഛേദിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന് പറയുന്നു. 4 സ്ത്രീകളുണ്ട് ഈ മാർക്കറ്റിന്റെ ഉള്ളില്. ഇവര് എവിടേക്കാ പോകണ്ടേന്നൊരു തീരുമാനം ഇല്ലാണ്ട നിൽക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും എല്ലാവരും വിളിച്ചറിയിച്ചപ്പോ 7 ലക്ഷം രൂപയോളം അവര് അടച്ചിട്ടില്ല എന്നാണ് പൈപ്പിന്റെ ആൾക്കാർ പറയണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഇവിടെ 7 ലക്ഷം രൂപ അടയ്ക്കേണ്ടെന്നാണ് പറയണത്. അത് പക്ഷേ ഇതിന് മീറ്റർ ഒന്നുമില്ല. അതെങ്ങനെയാണ് ഈ 7 ലക്ഷം രൂപ അടയ്ക്കാമെന്ന് ഞങ്ങൾക്കറിയില്ല. ജലവിതരണം പുനഃസ്ഥാപിച്ച് എത്രയും പെട്ടെന്ന് പൊതുശുചിമുറി തുറന്നു നൽകണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV കൊടകര.